1947 മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലെ സ്വതന്ത്രവും തന്ത്രപ്രധാനവുമായൊരു രാജ്യമായിരുന്നു മണിപ്പൂർ. നൂറ്റാണ്ടുകളായി ശക്തമായ സ്വയംഭരണ ബോധത്തോടൊപ്പം സവിശേഷമായ ഭാഷകളായ മണിപ്പൂരിയും മെയ്തേയും കൊണ്ടും പാരമ്പര്യങ്ങളും കൊണ്ടും സവിശേഷമായൊരു സാംസ്കാരിക സ്വത്വം നിലനിർത്തി. മണിപ്പൂരിലെ സമൂഹം വംശീയമായി വൈവിധ്യപൂർണമായിരുന്നു. ഫലഭൂയിഷ്ടമായ ഇംഫാൽ താഴ്വരയിൽ മെയ്തികൾ ആധിപത്യം പുലർത്തിയിരുന്നു. അതേസമയം കുക്കികളും നാഗകളും ചുറ്റുമുള്ള മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നു. ഈ ഗ്രൂപ്പുകൾ ഒരുമിച്ച് ജീവിച്ചിരുന്നുവെങ്കിലും പലപ്പോഴും വിഭവങ്ങൾ, രാഷ്ട്രീയ സ്വാധീനം, സാംസ്കാരിക അവകാശവാദം എന്നിവയ്ക്കായി മത്സരിച്ചിരുന്നു. 18-ാം നൂറ്റാണ്ട് മുതൽ പ്രധാനമായും ഹിന്ദുമതത്തെ പിന്തുടരുന്ന മെയ്തികൾ താഴ്വരയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കേന്ദ്രീകൃത രാജവാഴ്ച വികസിപ്പിച്ചു. കൊളോണിയൽ കാലഘട്ടത്തിൽ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് മുമ്പ് പ്രാഥമികമായി സജീവവാദികളായിരുന്ന കുക്കികളും നാഗകളും കുന്നുകളിൽ കൂടുതൽ വികേന്ദ്രീകൃതമായ ഗോത്ര സാമൂഹിക ഘടന നിലനിർത്തി. വടക്കു കിഴക്കൻ അതിർത്തിയിലെ മണിപ്പൂരിന്റെ സ്ഥാനം ദക്ഷിണേഷ്യയെ തെക്ക് കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന വ്യാപാര സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റി. ഈ പ്രാധാന്യം പലപ്പോഴും പ്രാദേശിക സംഘടനകളിലേക്ക് നയിച്ചുവെങ്കിലും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ കേന്ദ്രമായി അഭിവൃദ്ധി പ്രാപിക്കാനും ഇത് അനുവദിച്ചു. രാജ്യം ഐക്യമുള്ളതായി തോന്നിയെങ്കിലും ഭൂമി, പാരമ്പര്യങ്ങൾ, മതവിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് ഗ്രൂപ്പുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ വരും വർഷങ്ങളിൽ ഉയർന്നു വരുന്ന പിരിമുറുക്കങ്ങളെ സൂചിപ്പിച്ചു. 1891 ബ്രിട്ടീഷുകാർ മണിപ്പൂർ പിടിച്ചടക്കിയത് ഈ പ്രദേശത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതിയെ പുനർരൂപകൽപ്പന ചെയ്ത ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി. 1891 ആംഗ്ലോ മണിപ്പൂർ യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ മണിപ്പൂരി രാജവാഴ്ചയുടെ പരമാധികാരം ഇല്ലാതാക്കി. ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ നാമമാത്രമായ പദവി നിലനിർത്താൻ അവർ രാജകുടുംബത്തെ അനുവദിച്ചെങ്കിലും യഥാർത്ഥ അധികാരം കൊളോണിയൽ ഭരണാധികാരികളിലേക്ക് മാറി. ഇത് കുക്കികൾ, നാഗകൾ തുടങ്ങിയ മലയോര ഗോത്രങ്ങളിലെ പരമ്പരാഗത നേതാക്കളെ പ്രാദേശിക ഇടനിലക്കാരായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം സ്ഥാപിക്കുകയും താഴ്വരകളിൽ താമസിച്ചിരുന്ന മെയ്തികളുമായി ഇടയ്ക്കിടെ സംഘർഷമുണ്ടാക്കുകയും ചെയ്തു. ഗോത്രവർഗക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് നാഗകൾക്കും കുക്കികൾക്കുമിടയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിൽ ബ്രിട്ടീഷ് മിഷണറിമാർ പ്രധാന പങ്കുവഹിച്ചു. ഇത് ഈ സമുദായങ്ങൾക്ക് പുതിയ വിദ്യാഭ്യാസ അവസരങ്ങളും രാഷ്ട്രീയ ശൃംഖലകളും വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, താഴ്വരയിലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള മെയ്തേകളുമായി ഒരു സാംസ്കാരിക വിഭജനം സൃഷ്ടിക്കുകയും ചെയ്തു. ഹിന്ദു ആചാരങ്ങൾ ശക്തമായി പിന്തുടരുന്ന മെയ്തികൾ മതത്തിലെ ഈ മാറ്റം പ്രദേശത്തിന്റെ പരമ്പരാഗത ക്രമത്തിന് അപകടമായി കണ്ടു. നേരെ മറിച്ച് പുതിയ മതപരമായ സ്വത്വത്താൽ മലയോര ഗോത്രങ്ങൾക്ക് ശാക്തീകരണം അനുഭവപ്പെട്ടു. ഇത് മൈതേയ് ആധിപത്യത്തിനെതിരെ ഐക്യദാർഢ്യം വളർത്തി. ബ്രിട്ടീഷ് ഭരണകൂടം വംശീയ വ്യത്യാസങ്ങളെ ശക്തിപ്പെടുത്തുന്ന നയങ്ങൾ അവതരിപ്പിച്ചു. ഉദാഹരണത്തിന് താഴ്വര ഭരണത്തിൽ നിന്ന് കുന്നുകളെ ഒഴിവാക്കി. പ്രധാനമായും നാഗകളും കുക്കികളും വസിച്ചിരുന്ന മലയോര പ്രദേശങ്ങൾ താഴ്വരയിൽ താമസിക്കുന്ന മെയ്തീസുമായി സംയോജനം പരിമിതപ്പെടുത്തിയ ഷെഡ്യൂൾ ഡിസ്ട്രിക്ട് ആക്ട് പ്രകാരം പ്രത്യേകം ഭരിക്കപ്പെട്ടു. കൊളോണിയൽ അധികാരികൾ മെയ്തികളെ കുന്നുകളിൽ സ്ഥിരതാമസമാക്കുന്നതിൽ നിന്ന് വിലക്കുകയും വംശീയ വിഭാഗങ്ങളെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും വിഭവങ്ങളുടെ മേൽ മത്സരം ശക്തമാക്കുകയും ചെയ്തു. ഈ നയങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണം സുസ്ഥിരമാക്കുമ്പോൾ വംശീയ ശത്രുത നിലനിർത്തുന്നതിനുള്ള അടിത്തറ പാകുകയും ചെയ്തു. മതം, വംശീയത, പ്രാദേശിക അവകാശവാദങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനങ്ങൾ കൂടുതൽ പ്രകടമായതോടെ ഭാവിയിലെ സംഘർഷത്തിന്റെ വിത്തുകൾ ഈ കാലഘട്ടത്തിൽ വിതച്ചു. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം മണിപ്പൂർ ഒരു നാട്ടുരാജ്യത്തിൽ നിന്ന് ഇന്ത്യൻ യൂണിയനിന്റെ ഭാഗമാകുന്നതിലേക്ക് വിവാദപരമായ പരിവർത്തനത്തിന് വിധേയമായി. മണിപ്പൂർ തുടക്കത്തിൽ മഹാരാജ ബോധചന്ദ്ര സിംഗിന്റെ കീഴിൽ ഒരു സ്വയംഭരണ നാട്ടുരാജ്യമായി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയോടെ പ്രവർത്തിച്ചു. ഈ കാലയളവ് സ്വയംഭരണ ബോധത്താൽ അടയാളപ്പെടുത്തിയിരുന്നു. ഇത് പല മണിപ്പൂരികളും അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ നീണ്ട ചരിത്രത്തിന്റെ തുടർച്ചയായി കണക്കാക്കി. 1949 രാഷ്ട്രീയവും സൈനികവുമായ സമ്മർദ്ദത്തെ തുടർന്ന് മഹാരാജ ബോധചന്ദ്ര മണിപ്പൂരിനെ ഇന്ത്യൻ യൂണിയനുമായി ഔദ്യോഗികമായി ലയിപ്പിച്ചുകൊണ്ട് വിവാദപരമായ ലയന കരാറിൽ ഒപ്പുവെച്ചു. രാഷ്ട്രീയ നേതാക്കൾ, മെയ്തേയ് ദേശീയവാദികൾ, വംശീയ ന്യൂനപക്ഷങ്ങൾ എന്നിവരുൾപ്പെടെ മണിപ്പൂരി സമൂഹത്തിലെ നിരവധി വിഭാഗങ്ങൾ ഈ തീരുമാനത്തെ വ്യാപകമായി എതിർത്തു. ലയനം അടിച്ചേൽപ്പിക്കുകയും മണിപ്പൂരിന്റെ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തതായി പലരും വിശ്വസിച്ചു. പൗരന്മാരെ നേരിട്ട് ഉൾപ്പെടുത്താതെ സംസ്ഥാനം ഇന്ത്യയുമായി ചേർന്നതിനാൽ മണിപ്പൂരിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയെ ഒഴിവാക്കിയത് നിരാശ വർദ്ധിപ്പിച്ചു. ഏകീകരണ പ്രക്രിയ വംശീയ വിള്ളലുകൾ ആഴത്തിലാക്കി. മെയ്തേയ് ആധിപത്യത്തിൽ ഇതിനകം തന്നെ ജാഗ്രത പുലർത്തിയിരുന്ന നാഗകളും കുക്കികളും ഇപ്പോൾ കേന്ദ്രീകൃത ഇന്ത്യൻ ഭരണകൂടത്തിന് കീഴിൽ പാർശ്വവൽക്കരിക്കപ്പെടുമെന്ന് ഭയപ്പെട്ടു. മറുവശത്ത് മെയ്തികൾ തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരം നഷ്ടപ്പെട്ടതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഇത് ദേശീയ വികാരങ്ങളുടെ ആവിർഭാവത്തിലേക്കും കൂടുതൽ സ്വയംഭരണത്തിനായുള്ള ആവശ്യങ്ങളിലേക്കും നയിച്ചു. ലയനത്തിന് ശേഷമുള്ള കാലയളവിൽ വിവിധ വിഭാഗങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ പാർശ്വവൽക്കരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിനാൽ മണിപ്പൂരിൽ കലാപങ്ങളും വംശീയ അസ്വസ്ഥതകളും ഉയർന്നു. നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് (NSCN)
അതിന്റെ മുൻഗാമികളും നേതൃത്വം നൽകിയ നാഗാ വിഘടനവാദ പ്രസ്ഥാനത്തിന്റെ തരംഗഫലങ്ങൾ മണിപ്പൂരിൽ ആഴത്തിൽ അനുഭവപ്പെട്ടു. നാഗാലിം എന്ന ആവശ്യം മണിപ്പൂർ, നാഗാലാൻഡ് ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നാഗ ജനവാസ മേഖലകളെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. ഈ അഭിലാഷത്തെ മണിപ്പൂരിന്റെ പ്രാദേശിക സമഗ്രതയ്ക്ക് ഭീഷണിയായി കണ്ട മെയ്തികളും കുക്കികളും ശക്തമായി എതിർത്തു. മണിപ്പൂരിലെ നാഗാ ജനവാസമുള്ള മലയോര ജില്ലകളായ സേനാപതി, ഉക്രുൽ എന്നിവിടങ്ങളിൽ വിഘടനവാദ വികാരങ്ങൾ നാഗകളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകുകയും ഈ പ്രദേശത്തെ കൂടുതൽ അസ്ഥിരമാക്കുകയും ചെയ്തു. 1970-കളിൽ കുക്കി കലാപം ഒന്നിലധികം മുന്നണികളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതായി തോന്നിയ കുക്കികൾ 1970-കളിൽ രാഷ്ട്രീയമായും സൈനികമായും അണിനിരക്കാൻ തുടങ്ങി. മെയ്തി ആധിപത്യമുള്ള സർക്കാർ തങ്ങളുടെ വികസന ആവശ്യങ്ങൾ അവഗണിച്ചതായി കുക്കികൾ വിശ്വസിച്ചു. കുക്കി ഭൂരിപക്ഷ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന് നാഗാലിം ഭീഷണിപ്പെടുത്തിയതിനാൽ നാഗാ വിഘടനവാദ അഭിലാഷങ്ങളുടെ മുന്നിൽ അവർക്ക് പ്രാതിനിധ്യം കുറവാണെന്ന് തോന്നി. കുക്കി വിമത ഗ്രൂപ്പുകൾ കൂടുതൽ അവകാശങ്ങളും പ്രാദേശിക സ്വയംഭരണവും അവരുടെ സാംസ്കാരിക സ്വത്വത്തിന്റെ സംരക്ഷണവും ആവശ്യപ്പെട്ടു. കുക്കി കലാപകാരികളും നാഗാ തീവ്രവാദികളും ഇന്ത്യൻ സായുധ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഗണ്യമായ അക്രമത്തിനും കുടിയൊഴിപ്പിക്കലിനും കുന്നുകളിൽ സൈനികവൽക്കരണത്തിനും കാരണമായി. സായുധ സേനയുടെ പ്രത്യേക അധികാരങ്ങൾ, AFSPA പോലുള്ള കേന്ദ്ര സർക്കാരിന്റെ തീവ്രവാദ വിരുദ്ധ നടപടികൾ ഈ കാലയളവിൽ മണിപ്പൂരിൽ ഏർപ്പെടുത്തുകയും ഇത് പൊതുജനങ്ങളുടെ അതൃപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. കലാപത്തിന്റെ ഉയർച്ച വംശീയ വിഭാഗങ്ങളും സംസ്ഥാന സർക്കാരും ഇന്ത്യൻ ഭരണകൂടവും തമ്മിലുള്ള വിശ്വാസം തകർക്കുകയും ദീർഘകാല അസ്വസ്ഥതയ്ക്ക് അടിത്തറയിടുകയും ചെയ്തു. ഈ കാലഘട്ടം പതിറ്റാണ്ടുകളായി മണിപ്പൂരിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതിയെ നിർവചിക്കുന്ന പിഴവുകൾ സ്ഥാപിച്ചു. മെയ്തികൾ, നാഗകൾ, കുക്കികൾ എന്നിവരുടെ മത്സരാധിഷ്ഠിതമായ അഭിലാഷങ്ങൾ സാമ്പത്തിക വികസനക്കുറവും രാഷ്ട്രീയ അവഗണനയും മൂലം അസ്ഥിരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. കലാപവും സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമവും 1980-കളിൽ മണിപ്പൂരിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറി. ഇത് കലാപ പ്രവർത്തനങ്ങളുടെ കുതിച്ചുചാട്ടവും ഇന്ത്യൻ സർക്കാരിന്റെ കനത്ത പ്രതികരണവും കാരണമായി. യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ടും പീപ്പിൾസ് ലിബറേഷൻ ആർമിയും മെയ്തേ സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമത ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നു. അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം മുതൽ കൂടുതൽ സ്വയംഭരണാധികാരം വരെ, രാഷ്ട്രീയ പാർശ്വവൽക്കരണം, സാമ്പത്തിക വികസനക്കുറവ്, ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സാംസ്കാരിക ആധിപത്യം എന്നിവയെക്കുറിച്ചുള്ള പരാതികളിൽ വേരൂന്നിവയായിരുന്നു. കുക്കി നാഗ ഗ്രൂപ്പുകൾ തങ്ങളുടെ രാഷ്ട്രീയവും പ്രാദേശികവുമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സായുധ വിഭാഗങ്ങൾ രൂപീകരിച്ചതോടെ മലയോര ഗോത്രങ്ങൾക്കിടയിൽ കലാപങ്ങൾ വർദ്ധിച്ചു വരുന്ന കലാപ പ്രവർത്തനങ്ങൾക്ക് മറുപടിയായി ഇന്ത്യൻ സർക്കാർ 1958-ൽ മണിപ്പൂരിൽ സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമം നടപ്പാക്കി. എന്നിരുന്നാലും 1980-കളിൽ അക്രമം വർദ്ധിച്ചതോടെ അതിന്റെ നടപ്പാക്കൽ പ്രത്യേകിച്ചും വിവാദമായി. അഫ്സ്പയിലെ ഇന്ത്യൻ സൈന്യത്തിനും അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും വ്യാപകമായ അധികാരങ്ങൾ നൽകി. വാറന്റുകളില്ലാതെ അറസ്റ്റ് ചെയ്യാനും വീടുകളിൽ തിരച്ചിൽ നടത്താനും ക്രമസമാധാനം നിലനിർത്താൻ ആവശ്യമെങ്കിൽ മാരകമായ ശക്തി ഉപയോഗിക്കാനും അത് അനുവദിച്ചു. തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മറവിൽ സുരക്ഷാ സേനയുടെ നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ, നിർബന്ധിത തിരോധാനം, പീഡനം, ലൈംഗിക അതിക്രമം തുടങ്ങിയ ആരോപണങ്ങൾ വ്യാപകമായി. നിരപരാധികളായ ആളുകൾ പലപ്പോഴും തീവ്രവാദികളും സൈന്യവും തമ്മിലുള്ള വെടിവെപ്പിൽ അകപ്പെടുന്നതിനാൽ സിവിലിയന്മാർ സംഘർഷത്തിന്റെ ആഘാതം സഹിച്ചു. ഈ മേഖലയിലെ കനത്ത സൈനികവൽക്കരണം സാധാരണക്കാർക്കിടയിൽ വ്യാപകമായ ഭയവും അവിശ്വാസവും സൃഷ്ടിച്ചു. ഇറോം ശർമിളയെ പോലുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അഫ്സ്പയ്ക്കെതിരായ പ്രസ്ഥാനങ്ങൾ നിയമനിർമ്മാണത്തിന്റെ മാനുഷിക വില ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആക്കം കൂട്ടാൻ തുടങ്ങി. അതേസമയം കലാപങ്ങളും സൈനിക അടിച്ചമർത്തലുകളും ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ഇതിനകം തന്നെ അവികസിത മേഖലയിൽ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1980-കളിലും 1990-കളിലും മത്സരാധിഷ്ഠിതമായ രാഷ്ട്രീയ അഭിലാഷങ്ങൾ, പ്രാദേശിക തർക്കങ്ങൾ, വിഭവ സമരങ്ങൾ എന്നിവയാൽ നയിക്കപ്പെടുന്ന വംശീയ സംഘർഷങ്ങൾ മെയ്തൈ, നാഗ, കുക്കികൾ എന്നിവർ തമ്മിലുള്ള തുറന്ന സംഘടനമായി വളർന്നു. ഇംഫാൽ താഴ്വരയിൽ കേന്ദ്രീകരിച്ചിരുന്ന മെയ്തികൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും ആധിപത്യം പുലർത്തുകയും സംസ്ഥാന സർക്കാരിന്റെയും അതിന്റെ വിഭവങ്ങളുടെയും ഭൂരിഭാഗവും നിയന്ത്രിക്കുകയും ചെയ്തു. മലയോര ജില്ലകളിൽ വസിച്ചിരുന്ന കുക്കികളും നാഗകളും വികസന തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായി തോന്നി. ഇത് നീരസത്തിനും കൂടുതൽ സ്വയംഭരണാവകാശത്തിനായുള്ള ആവശ്യങ്ങളിലേക്കും നയിച്ചു. NSCN പോലുള്ള ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാഗകൾ മണിപ്പൂരിലെ നാഗ ആധിപത്യമുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര നാഗാലിമിനുള്ള ആഹ്വാനം ശക്തമാക്കി. ഈ ലക്ഷ്യം അവരുടെ ഭൂമിയുടെ മേലുള്ള മെയ്തേയുടെ നിയന്ത്രണവും ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ചുരാചന്ദ്പൂർ, സേനാപതി തുടങ്ങിയ സ്ഥലങ്ങളിൽ കുക്കിയുടെ അവകാശവാദവുമായി ഏറ്റുമുട്ടി. നാഗ കുക്കി ഏറ്റുമുട്ടലുകൾ സായുധ ഏറ്റുമുട്ടലുകളിലേക്കും ഇരു സമുദായങ്ങളുടെ വ്യാപകമായ കുടിയൊഴിപ്പിക്കലിലേക്കും നയിച്ചു. മെയ്തി ആധിപത്യമുള്ള സർക്കാരിനാലും നാഗ വിഘടനവാദ പ്രസ്ഥാനത്തിനാലും പാർശ്വവൽക്കരിക്കപ്പെട്ടതായി തോന്നിയ കുക്കികൾ തങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തിനും പ്രാദേശിക അവകാശങ്ങൾക്കും അംഗീകാരം ആവശ്യപ്പെട്ട് 1980-കളിൽ കലാപം ആരംഭിച്ചു. പ്രദേശവും വിഭവങ്ങളും സംബന്ധിച്ച് കുക്കിയും നാഗ ഗ്രൂപ്പുകളും തമ്മിലുള്ള സായുധ ഏറ്റുമുട്ടലുകൾ
കൂടുതൽ സാധാരണമായി തീർന്നു. സാധാരണക്കാർ പലപ്പോഴും വെടിവെപ്പിൽ അകപ്പെട്ടു. ഗ്രാമ റെയ്ഡുകൾ, കൊലപാതകങ്ങൾ, നിർബന്ധിത കുടിയേറ്റം എന്നിവയുൾപ്പെടെ നിരവധി അക്രമ സംഭവങ്ങൾക്ക് ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചു. വംശീയ വിഭാഗങ്ങൾ തങ്ങളുടെ അവകാശവാദമുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏകീകരിക്കാൻ ശ്രമിച്ചതിനാൽ ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു. ഇതൊരു വംശീയ വിഭാഗം മാത്രമുള്ള പ്രദേശങ്ങൾ രൂപപ്പെട്ടു. അക്രമം സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുകയും പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഭിന്നതകൾ ആഴത്തിലാക്കുകയും ചെയ്തു. 1980കളിലെ സംഭവങ്ങൾ മണിപ്പൂരിലെ വംശീയ സമൂഹങ്ങൾക്കിടയിൽ അക്രമത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഒരു ചക്രം സൃഷ്ടിച്ചു. അഫ്സ്പയ്ക്ക് കീഴിലുള്ള സംസ്ഥാനത്തിന്റെ കനത്ത സൈനികവൽക്കരണവും സായുധ ഗ്രൂപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയും വംശീയ ശത്രുതയും ഈ പ്രദേശത്തിന്റെ സാമൂഹിക ഘടനയിൽ ശാശ്വതമായ പാടുകൾ സൃഷ്ടിച്ചു. പരാതികളും സ്വയംഭരണത്തിനായുള്ള ആവശ്യങ്ങളും കൂടുതൽ ഉറച്ചു നിൽക്കുന്നതിനാൽ തുടർന്നുള്ള ദശകങ്ങളിൽ ഈ യുഗം കൂടുതൽ സങ്കീർണമായ സംഘടനകൾക്ക് വേദിയൊരുക്കി. പുതിയ സായുധ സംഘങ്ങൾ ഉയർന്നു വരികയും വംശീയ വിഭജനങ്ങൾ ആഴത്തിലാകുകയും ചെയ്തതോടെ 1990കളിൽ മണിപ്പൂരിൽ കലാപം നാടകീയമായി വർദ്ധിച്ചു. കുക്കി നാഷണൽ ആർമി, കുക്കി റെവല്യൂഷണറി ആർമി, നിരവധി ചെറിയ വംശീയ പൗരസേനകൾ തുടങ്ങിയ ഗ്രൂപ്പുകളുടെ ഉയർച്ച സമൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ള തീവ്രവാദത്തിലേക്കുള്ള മാറ്റത്തെ സൂചിപ്പിച്ചു. ഈ ഗ്രൂപ്പുകൾ തങ്ങളുടെ പ്രാദേശിക അവകാശവാദങ്ങൾ ഉന്നയിക്കാനും എതിരാളികളിൽ നിന്ന് തങ്ങളുടെ സമുദായങ്ങളെ സംരക്ഷിക്കാനും ശ്രമിച്ചു. ഇത് അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചു, പ്രത്യേകിച്ച് കുക്കിയും നാഗ കലാപകാരികളും തമ്മിൽ. അതേസമയം UNLF, PLA തുടങ്ങിയ മെയ്തേയ് സമുദായത്തിലെ വിമത ഗ്രൂപ്പുകൾ ഇന്ത്യൻ സുരക്ഷാ സേന, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ചിഹ്നങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായുള്ള പ്രചാരണങ്ങൾ തുടർന്നു. കലാപകാരികൾ ചില പ്രദേശങ്ങൾ നിയന്ത്രിക്കുകയും പ്രാദേശിക ജനങ്ങൾക്ക് നികുതിയോ നിയമങ്ങളോ ഏർപ്പെടുത്തുകയും ചെയ്തതോടെ മണിപ്പൂർ ഫലപ്രദമായ ഒരു യുദ്ധമേഖലയായി മാറി. വിമത ഗ്രൂപ്പുകൾ സുരക്ഷാ സേനയെ പതിവായി ലക്ഷ്യമിടുന്നത് അക്രമാസക്തമായ പ്രതികാരത്തിന് കാരണമാകുകയും അക്രമത്തിന്റെ ഒരു ചക്രത്തിന് കാരണമാവുകയും ചെയ്തു. കൊലപാതകങ്ങൾ, പിടിച്ചുപറി, തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിർബന്ധിത റിക്രൂട്ട്മെന്റ്, കുടിയൊഴിപ്പിക്കൽ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന പൗരന്മാർ പലപ്പോഴും വെടിവെപ്പിൽ അകപ്പെട്ടു. വ്യത്യസ്തവും ചിലപ്പോൾ വൈരുദ്ധ്യമുള്ളതുമായ ലക്ഷ്യങ്ങളുള്ള സായുധ സംഘങ്ങളുടെ വ്യാപനം കലാപ പ്രസ്ഥാനത്തെ വിഭജിച്ചു. വിമത വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുത അക്രമം വർദ്ധിപ്പിക്കുക മാത്രമല്ല, സർക്കാരുമായി ചർച്ച ചെയ്യാനോ സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം തുടങ്ങിയ വിശാലമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഉള്ള അവരുടെ കൂട്ടായ കഴിവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. 1990കളിൽ വർദ്ധിച്ചു വരുന്ന കലാപ പ്രവർത്തനങ്ങൾ പലപ്പോഴും മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഇന്ത്യൻ സർക്കാരിനെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ പ്രേരിപ്പിച്ചു. അഫ്സ്പ പ്രകാരം സുരക്ഷാ സേനയ്ക്ക് അനുവദിച്ച സമ്പൂർണ്ണ അധികാരങ്ങൾ പല മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വ്യാപകമായ ആരോപണങ്ങൾക്ക് കാരണമായി. കലാപകാരികളെ സഹായിച്ചുവെന്ന് സംശയിക്കുന്ന സിവിലിയന്മാരെ പലപ്പോഴും തെളിവുകളോ ഉചിതമായ നടപടിക്രമങ്ങളോ ഇല്ലാതെ തടവിലാക്കിയിരുന്നു. നിരപരാധികളായ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ഇരകൾ ആസൂത്രിതമായ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുകയോ കസ്റ്റഡിയിലെടുത്ത ശേഷം കാണാതാകുകയോ ചെയ്തു. സംഘർഷ മേഖലയിലെ സ്ത്രീകൾക്ക് സൈനിക ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങളും അക്രമങ്ങളും ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സൈനിക ഓപ്പറേഷനിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്ന് പറയപ്പെടുന്ന 1995ലെ റിംസ് കൂട്ടക്കൊല, അസം റൈഫിൾസ് സൈനികർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ഉൾപ്പെട്ട 2004ലെ തങ്ജാം മനോരമ കേസ് തുടങ്ങിയ സംഭവങ്ങൾ സർക്കാർ അടിച്ചമർത്തലിനെതിരെ ശക്തമായ എതിർപ്പിന് കാരണമായി. മണിപ്പൂരിലെ സിവിൽ സമൂഹം അഫ്സ്പയ്ക്കും സംസ്ഥാനത്തിന്റെ സൈനികവൽക്കരണത്തിനുമെതിരെ അണിനിരക്കാൻ തുടങ്ങി. മണിപ്പൂരി വിമൻസ് സോഷ്യൽ റിഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സമിതി സംഘർഷ മേഖലകളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദുരവസ്ഥ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമാധാനത്തിനും നീതിക്കും വേണ്ടി വാദിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മീര പൈബിസ്, ടോർച്ച് ബേയേഴ്സ് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം അക്രമത്തിനും അവകാശ ലംഘനത്തിനുമെതിരെ പ്രതിഷേധിച്ചു. പലപ്പോഴും കുത്തിയിരിപ്പ് സമരങ്ങൾ, നിരാഹാര സമരങ്ങൾ, പൊതുപ്രക്ഷോഭങ്ങൾ എന്നിവ നടത്തി. 2000-ൽ അഫ്സ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ടിവിസ്റ്റ് ഇറോം ശർമിള നിരാഹാര സമരം ആരംഭിച്ചു. അവരുടെ സമരം 16 വർഷം നീണ്ടു നിൽക്കുകയും സർക്കാർ അടിച്ചമർത്തലിനെതിരായ സമാധാനപരമായ പ്രതിഷേധത്തിന്റെ ലോകമെമ്പാടുമുള്ള പ്രതീകമായി മാറുകയും ചെയ്തു. സൈനിക പ്രതികരണവും കലാപകാരികളിൽ നിന്നുള്ള തുടർച്ചയായ ആക്രമണങ്ങളും സാധാരണക്കാർക്ക് ഭയത്തിനും ആഘാതത്തിനും കാരണമായി. കുടിയൊഴിപ്പിക്കൽ, തൊഴിൽ നഷ്ടം, കഷ്ടപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ എന്നിവ കലാപകാരികളിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും അക്രമം നേരിട്ട ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ ദുഷ്കരമാക്കി. 1990കളിലും 2000ങ്ങളുടെ തുടക്കത്തിലും കലാപത്തിന്റെയും അടിച്ചമർത്തലിന്റെയും കഠിനമായ ചക്രം അടയാളപ്പെടുത്തി. ആഴത്തിൽ വേരൂന്നിയ വംശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. എന്നിരുന്നാലും നീതിക്കും സമാധാനത്തിനുമായുള്ള വർദ്ധിച്ചു വരുന്ന ആഹ്വാനങ്ങൾ തുടർന്നുള്ള വർഷങ്ങളിൽ അക്രമത്തിനും സർക്കാർ അതിക്രമങ്ങൾക്കെതിരായ ഒരു വലിയ പ്രസ്ഥാനത്തിന് വേദിയൊരുക്കി. 2000ത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ സർക്കാരും വിമത ഗ്രൂപ്പുകളും തമ്മിൽ അനുരഞ്ജനത്തിനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും തുടർച്ചയായ അക്രമങ്ങളും ആഴത്തിൽ വേരൂന്നിയ വംശീയ വിഭജനങ്ങളും ഈ ശ്രമങ്ങളെ പലപ്പോഴും ദുർബലപ്പെടുത്തി. നാഗാ ജനവാസ പ്രദേശങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണാവകാശം നൽകുകയും നിരായുധീകരണം സുഗമമാക്കുകയും ചെയ്തുകൊണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന നാഗാ കലാപത്തെ
അഭിസംബോധന ചെയ്യുകയെന്ന ലക്ഷ്യബോധത്തോടെയാണ് ഇന്ത്യൻ സർക്കാർ നാഗാ സമാധാന കരാർ 2015 ഒപ്പിട്ടത്. മെയ്തികൾ, കുക്കികൾ തുടങ്ങിയ മണിപ്പൂരിലെ പ്രധാന പങ്കാളികളെ കരാറിൽ നിന്ന് ഒഴിവാക്കിയത് മണിപ്പൂരിന്റെ പ്രാദേശിക സമഗ്രതയ്ക്ക് ഭീഷണിയായി കണക്കാക്കപ്പെട്ടു. ഈ ഒഴിവാക്കൽ രാഷ്ട്രീയ പ്രക്രിയയിൽ പാർശ്വവൽക്കരിക്കപ്പെടുമെന്ന് ഭയന്ന ഈ ഗ്രൂപ്പുകളിൽ നിന്നുള്ള അതൃപ്തിക്കും പ്രതിഷേധത്തിനും കാരണമായി. അത്തരം കരാറുകൾ ഉണ്ടായിരുന്നിട്ടും മെയ്തൈ, കുക്കി ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റ് വിമത വിഭാഗങ്ങൾ അവരുടെ സായുധ പോരാട്ടം തുടരുകയും സമാധാനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. വർഗീയ സംഘർഷങ്ങൾ ഇടയ്ക്കിടെ അക്രമത്തിലേക്ക് കൂപ്പുകുത്തിയതോടെ സംസ്ഥാനം രാഷ്ട്രീയമായി അസ്ഥിരമായി തുടർന്നു. 2008 മെയ്തേയും ഗോത്ര വിഭാഗങ്ങളും തമ്മിലുള്ള വംശീയ കലാപങ്ങൾ, ഭൂമി, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് അടിവരയിട്ടു. കലാപകാരികളായ ഗ്രൂപ്പുകൾ സുരക്ഷാ സേനയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുന്നത് തുടരുകയും സമാധാനവും വികസനവും അപ്രസക്തമാക്കുകയും ചെയ്തു. സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമത്തിനും മണിപ്പൂരിന്റെ സൈനിക വൽക്കരണത്തിനും എതിരായ പോരാട്ടം പൗരാവകാശ പ്രവർത്തകയായ ഇറോം ശർമിളയുടെ ശ്രമങ്ങളിലൂടെ ആഗോള ശ്രദ്ധ നേടി. 2004 അസം റൈഫിൾസ് ഉദ്യോഗസ്ഥർ കാങ്ജാം മനോരമയെ കസ്റ്റഡിയിലെടുക്കുകയും ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് അഫ്സ്പ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറോം ശർമിള നിരാഹാര സമരം ആരംഭിച്ചു. അവരുടെ പ്രതിഷേധം 16 വർഷം നീണ്ടുനിന്നു. ഇത് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിരാഹാര സമരങ്ങളിൽ ഒന്നായി മാറി. അവർക്ക് മൂക്കിലൂടെ ബലമായി ഭക്ഷണം നൽകുകയും ആത്മഹത്യക്ക് ശ്രമിച്ചതിന് 1-ലധികം തവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഭരണകൂട അടിച്ചമർത്തലിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരായ ചെറുത്തുനിൽപ്പിന്റെ ശക്തമായ പ്രതീകമായി ശർമിള മാറി. ഇന്ത്യയിലും ലോകമെമ്പാടും നിന്ന് പിന്തുണ ലഭിച്ചു. എന്നിരുന്നാലും മണിപ്പൂരിന്റെ ഭൂരിഭാഗവും അഫ്സ്പ പ്രാബല്യത്തിൽ തുടരുന്നതിനാൽ അവരുടെ പ്രതിഷേധം അതിന്റെ പ്രാഥമിക ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു. അവരുടെ നിരാഹാര സമരം ഉടനടി നയപരമായ മാറ്റങ്ങളിലേക്ക് നയിച്ചില്ലെങ്കിലും അത് അഫ്സ്പയുടെ മനുഷ്യാവകാശ പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള ചർച്ചയെ തീവ്രമാക്കുകയും മേഖലയിലെ സൈനികവൽക്കരണത്തിനെതിരെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. 2016 നിരാഹാരം അവസാനിപ്പിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ശർമിളയുടെ ആത്യന്തിക തീരുമാനം അവരുടെ തന്ത്രത്തിലെ മാറ്റത്തെ പ്രതീകപ്പെടുത്തി. എന്നിരുന്നാലും അത് കാര്യമായ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവന്നില്ല. ഭൂമി, വിഭവങ്ങൾ, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയുമായി ബന്ധപ്പെട്ട ദീർഘകാല തർക്കങ്ങളിൽ വേരൂന്നിയ ഇടയ്ക്കിടെയുള്ള അക്രമങ്ങളാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾ നശിപ്പിക്കപ്പെട്ടു. 2015 ഒരു വംശീയ വിഭാഗത്തെക്കാൾ മറ്റൊരു വംശീയ വിഭാഗത്തെ അനുകൂലിക്കുന്ന പുതിയ ജില്ലകളുടെ രൂപീകരണം നാഗകളും കുക്കികളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടി. സംഘർഷം വ്യാപകമായ ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചു. അതിന്റെ ഫലമായി നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു. ഭരണപരമായ തീരുമാനങ്ങൾക്ക് പലപ്പോഴും ആഴത്തിലുള്ള വംശീയവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങളുള്ള മണിപ്പൂരിലെ സമാധാനത്തിന്റെ ദുർബലതയെ ഇത് എടുത്തു കാണിക്കുന്നു. ജില്ലാ പുനഃസംഘടനയുടെ അനന്തരഫലമായി പാർശ്വവൽക്കരണവും വിഭാഗങ്ങളുടെ അഭാവവും അവകാശപ്പെടുന്ന മെയ്തികളും കുക്കികളും തമ്മിലുള്ള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നു. ജീവൻ നഷ്ടപ്പെടുകയും സ്വത്തുക്കൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് സമുദായങ്ങൾ തമ്മിലുള്ള അവിശ്വാസം കൂടുതൽ വഷളാക്കി. വംശീയ വിഭജനം മണിപ്പൂരിന്റെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും സ്വാധീനിക്കുന്നത് തുടർന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം, രാഷ്ട്രീയ പ്രാതിനിധ്യം, വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയെക്കുറിച്ചുള്ള തർക്കങ്ങൾ പലപ്പോഴും പൊട്ടിത്തെറികളിലേക്ക് നയിക്കുന്നു. ഇത് സംസ്ഥാനത്തിന്റെ വംശീയ സംഘർഷങ്ങൾക്ക് സമഗ്രമായ പരിഹാരത്തിന്റെ അഭാവം അടിവരയിടുന്നു. മണിപ്പൂരിലെ അക്രമം 2024 ഉടനീളം തുടർന്നു. 1-ലധികം സുപ്രധാന സംഭവങ്ങൾ ഇതിനകം തന്നെ അസ്ഥിരമായ സാഹചര്യത്തിന് കാരണമായി. 2024 ജനുവരിയിൽ പ്രതിഷേധം, വംശീയ സംഘർഷങ്ങൾ, 2023 ആരംഭിച്ച അക്രമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ തുടരുന്ന സംഘർഷങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു. മാർച്ചിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ട പുരാചന്ദ്പൂരിൽ ഒരു സുപ്രധാന കലാപം നടന്നു. ഈ സാഹചര്യത്തിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തപ്പോൾ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏപ്രിലിൽ കൂടുതൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തൽ, ബൂത്ത് പിടിച്ചെടുക്കൽ, അക്രമം എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തടസ്സങ്ങൾ കാരണം നിരവധി ബൂത്തുകളിൽ റീപോളിംഗ് നടത്താൻ ഉത്തരവിട്ടു. കൂടാതെ കേന്ദ്ര സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു. ബിഷ്ണുപൂർ ജില്ലയിൽ നടന്ന ആക്രമണത്തിൽ 2 CRPF ഉദ്യോഗസ്ഥരുടെ ജീവൻ പൊലിഞ്ഞു. നവംബർ 11 CRPF 10 ആദിവാസി സന്നദ്ധ പ്രവർത്തകരെ വധിച്ചതുൾപ്പെടെ 2024 നവംബറിൽ അക്രമം വീണ്ടും വർദ്ധിച്ചു. ദീർഘകാലമായി നിലനിൽക്കുന്ന വംശീയവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്ന മെയ്തൈ, കുക്കി, നാഗ ഗ്രൂപ്പുകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമത്തിന്റെ ഭാഗമാണ് ഈ സംഭവങ്ങൾ. സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും പരിഹാരത്തിലേക്കുള്ള വ്യക്തമായ പാതയില്ലാതെ സംഘർഷം തുടരുന്നു. ആഴത്തിൽ വേരൂന്നിയ വംശീയവും രാഷ്ട്രീയവുമായ പരാതികൾ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാൽ മെയ്തൈ, കുക്കി, നാഗ സമുദായങ്ങൾ തമ്മിലുള്ള അക്രമം വർദ്ധിക്കുന്നതിന്റെ ഫലമാണ് ഈ സംഭവങ്ങൾ. സാഹചര്യം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും സംഘർഷം പരിഹാരത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള തുടർ പോരാട്ടം മണിപ്പൂരിലെ അക്രമം സങ്കീർണവും ബഹുമുഖമായ ഒരു പ്രശ്നമാണ്. ഇത് പ്രദേശത്തിന്റെ ചരിത്രത്തിലും വംശീയ വിഭജനത്തിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലും ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. കൊളോണിയൽ ഭൂതകാലം മുതൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അസ്വസ്ഥതകളും നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ വരെ അക്രമം, സൈനിക അടിച്ചമർത്തൽ,
പരിഹരിക്കപ്പെടാത്ത പരാതികൾ എന്നിവയുടെ ചക്രങ്ങളാണ് സംസ്ഥാനത്തിന്റെ പാതയെ രൂപപ്പെടുത്തിയത്. മത്സരിക്കുന്ന ഗ്രൂപ്പുകൾ രാഷ്ട്രീയ പ്രാതിനിധ്യം, സ്വയംഭരണാധികാരം, വിഭവങ്ങളുടെ നിയന്ത്രണം എന്നിവയ്ക്കായി മത്സരിക്കുന്നതിനാൽ മെയ്തൈ, നാഗ, കുക്കി, മറ്റു സമുദായങ്ങൾ എന്നിവയുടെ വാസസ്ഥലമായ മണിപ്പൂരിലെ വംശീയ വൈവിധ്യം സമ്പന്നതയുടെ ഉറവിടവും സംഘർഷത്തിന് ഉത്തേജകവുമാണ്. 2015 നാഗ സമാധാന ഉടമ്പടിയും ഉൾപ്പെടെ ഇന്ത്യൻ സർക്കാരും വിമത വിഭാഗങ്ങളും തമ്മിൽ നിരവധി സമാധാന ചർച്ചകൾ നടന്നിട്ടും ആഴത്തിൽ വേരൂന്നിയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഈ മേഖല കണ്ടിട്ടില്ല. ഉദാഹരണത്തിന് നാഗ ഉടമ്പടി മണിപ്പൂരിലെ മറ്റ് വംശീയ വിഭാഗങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇത് അസ്വസ്ഥത തുടരാൻ കാരണമായി. അതുപോലെ ഇറോം ശർമിളയുടെ നിരാഹാര സമരം പോലുള്ള സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ ഈ മേഖലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമത്തിന്റെ പ്രത്യാഘാതങ്ങളിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. എന്നിട്ടും നിയമം പ്രാബല്യത്തിൽ തുടരുന്നു. ഇത് ഭരണകൂടത്തോടുള്ള വ്യാപകമായ അവിശ്വാസത്തിന് കാരണമാകുന്നു. മണിപ്പൂരിലെ ജനങ്ങളുടെ വൈവിധ്യമാർന്ന സ്വത്വങ്ങളും രാഷ്ട്രീയ അഭിലാഷങ്ങളും പൂർണ്ണമായും അംഗീകരിക്കാനുള്ള പരാജയമാണ് സംഘർഷത്തിന്റെ കാതൽ. സവിശേഷമായ ചരിത്രങ്ങളും സാംസ്കാരിക സമ്പ്രദായങ്ങളുമുള്ള മെയ്തൈ, നാഗ, കുക്കികൾ, മറ്റു സമുദായങ്ങൾ എന്നിവർ ഭൂമി, ഭരണം, വിഭവങ്ങൾ എന്നിവയിൽ പലപ്പോഴും വൈരുദ്ധ്യം നേരിട്ടിട്ടുണ്ട്. മെയ്തികളും കുക്കികളും തമ്മിലുള്ള ഇടയ്ക്കിടെയുള്ള ഏറ്റുമുട്ടലുകളിൽ കാണുന്നതുപോലെ വംശീയ അക്രമം അല്ലെങ്കിൽ ജില്ലാ രൂപീകരണത്തെക്കുറിച്ചുള്ള നാഗ കുക്കി സംഘർഷങ്ങൾ ഒരു ഏകീകൃത രാഷ്ട്രീയ ഘടന കെട്ടിപ്പടുക്കുന്നതിനുള്ള വെല്ലുവിളികൾ വർദ്ധിപ്പിച്ചു. മണിപ്പൂർ അതിന്റെ അക്രമാസക്തമായ ഭൂതകാലവും വർത്തമാനകാലവും നേരിടുമ്പോൾ മുന്നോട്ടുള്ള പാതയ്ക്ക് നീതിയും അനുരഞ്ജനവും തമ്മിലുള്ള അതിലോലമായ സന്തുലിതാവസ്ഥ ആവശ്യമാണ്. ഇതിനർത്ഥം സംഘർഷത്തിന്റെ മൂലകാരണങ്ങളായ ചരിത്രപരമായ പരാതികൾ, പ്രാദേശിക തർക്കങ്ങൾ, പാർശ്വവൽക്കരണം എന്നിവ അഭിസംബോധന ചെയ്യുന്നതിനൊപ്പം കൂടുതൽ ദുരുപയോഗങ്ങൾ തടയുന്നതിന് മനുഷ്യാവകാശ സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൂടാതെ എല്ലാ വംശീയ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്നതിനും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പിന്നോക്കം നിൽക്കുന്നതായി തോന്നുന്ന തദ്ദേശീയ സമൂഹങ്ങളുടെ ആശങ്കകൾ കണക്കിലെടുക്കുന്നതിനും സമാധാന ഉടമ്പടികൾക്കപ്പുറം അർത്ഥവത്തായ രാഷ്ട്രീയ സംഭാഷണം അനിവാര്യമാണ്. ആത്യന്തികമായി മണിപ്പൂരിലെ ശാശ്വത സമാധാനം സംസ്ഥാനത്തിന്റെ ബഹുസ്വരതയെ ബഹുമാനിക്കുകയും തുല്യമായ വിഭവ വിതരണം പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ വിശ്വാസം വളർത്തുകയും ചെയ്യുന്ന സമഗ്രമായ ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. യഥാർത്ഥ സംഭാഷണം, അനുരഞ്ജനം, നീതി എന്നിവയിലൂടെ മാത്രമേ മണിപ്പൂരിലെ ജനങ്ങൾക്ക് പതിറ്റാണ്ടുകളായി അവരെ വേട്ടയാടുന്ന അക്രമ ചക്രങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.